ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് ബേസിക് സയൻസ് ആനുവൽ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ടു ഫുഡ് ഇൻ ദ മൗത്ത്? എന്താണ്? വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് മിക്സസ് വിത്ത് സലൈവ. എന്ത് ചെയ്യുന്നുണ്ട്? ഉമിനീരുമായി കലരുന്നു. ഫുഡ് ഈസ് ച്യൂഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീത്ത്. പല്ലുകളുടെ സഹായത്താൽ ആഹാരം ചവച്ചരക്കപ്പെടുന്നു. ഇനി നെക്സ്റ്റ്, ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ മൗത്ത്. എന്താണ്? ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് വായിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? ഇംഗ്ലീഷ് മീഡിയവും ഉണ്ട്, അതുപോലെ തന്നെ മലയാളം മീഡിയവും ഉണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. Why are humans unable to take oxygen from water like fish? എന്താണ്? ഫിഷിൻ്റെ പോലെ ഈ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കാൻ പറ്റാത്തത്? നോക്കി നോക്കാം. ഫിഷസ് ഹാവ് ഗിൽസ് ബൈ വിച്ച് ദേ അബ്സോർബ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫ്രം വാട്ടർ. അപ്പോൾ എന്താണ്? ഫിഷസിന് എന്തുണ്ട്? ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള ഓക്സിജനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്? ഗിൽസ് ഉണ്ട്. ഹ്യൂമൻസ് കാണ്ട് ടേക്ക് ഓക്സിജൻ ഫ്രം വാട്ടർ ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഗിൽസ്. അപ്പോൾ എന്താണ്? മനുഷ്യർക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കാൻ സാധിക്കില്ല. കാരണം എന്താ? മനുഷ്യർക്ക് ഗിൽസ് ഇല്ല. അവർ ലങ്സ് ആർ ഡിസൈൻ ടു ടേക്ക് ഓക്സിജൻ ഫ്രം ദ എയർ. അപ്പോൾ നമ്മുടെ ലങ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയാണ്? എയറിൽ നിന്ന് ഓക്സിജൻ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. മനുഷ്യർക്ക് മത്സ്യത്തെ പോലെ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് ആൻസർ നോക്കാം. മത്സ്യങ്ങൾക്ക് ചെകിളപ്പൂക്കളുണ്ട്. അവ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുന്നു. ചെകിളപ്പൂക്കൾ ഇല്ലാത്തതിനാൽ മനുഷ്യർക്ക് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ശ്വാസകോശത്തിന് അന്തരീക്ഷ വായുവിൽ നിന്നുള്ള ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദ വേസ് ബൈ വിച്ച് എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ്? എയർ പൊല്യൂഷൻ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്? ബേണിംഗ് ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക്സ്. എന്താണ്? നമ്മൾ ഈ വേസ്റ്റൊക്കെ കത്തിക്കുമ്പോൾ, പ്ലാസ്റ്റിക് പോലെയുള്ള വേസ്റ്റൊക്കെ കത്തിക്കുമ്പോൾ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. ഈ ഫോസിൽ ഫ്യൂൽസ് കത്തിക്കുന്നത് കാരണം സ്മോക്ക് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്. ഈ വണ്ടിയിൽ നിന്ന് വരുന്ന പുക, വൈൽഡ് ഫയേഴ്സ്. അപ്പോൾ ഇനി മലയാളം മീഡിയം നോക്കുകയാണെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് വായു മലിനീകരണം നടക്കുന്നത്? അപ്പോൾ ഇനി ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത്, ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുക, കാട്ടുതീ, ഖനനം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ പെട്രോൾ, ഡീസൽ വെഹിക്കിൾസ് കോസ് എയർ പൊല്യൂഷൻ? എന്താണ്? പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വർധനവ് എങ്ങനെയാണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നത്? അപ്പോൾ എങ്ങനെയാണ് കാരണമാകുന്നത് നമുക്ക് നോക്കി നോക്കാം. When automobile engines are operated using fuels like petrol and diesel, sulfur dioxide, nitrogen dioxide, carbon monoxide and particulate matters are released. അപ്പോൾ എന്താണ്? ഈ ഓട്ടോമൊബൈൽസ് എൻജിൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിലത്തെ ഫ്യൂവൽസ് ആയിട്ടുള്ള എന്താണ്? പെട്രോളും ഡീസലും കാർബൺ മോണോക്സൈഡും അതൊക്കെ എന്താവും? റിലീസ് ചെയ്യും. മിക്സിംഗ് ഓഫ് ദീസ് അറ്റ്മോസ്ഫിയറിക് എയർ ഓൾസോ കോസസ് എയർ പൊല്യൂഷൻ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് നമ്മളെ വായുവുമായിട്ട് മിക്സ് ചെയ്തിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാവും. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എൻജിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ
വാതകങ്ങൾ എന്നിവ പുറത്തു വരുന്നുണ്ട്. ഇവ വായുവിൽ കലരുന്നത് വായുമലിനീകരണത്തിന് ഇടയാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഹൗ ക്ലോസ്ലി ഈസ് ദ ഷേപ്പ് ഓഫ് ദ ടീത്ത് റിലേറ്റഡ് ടു ദെയർ ഫുഡ് ഹാബിറ്റ്സ് ഇൻ കാർണിവോറസ് ആൻഡ് ഹെർബിവോറസ് അനിമൽ? എന്താണ്? മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാര രീതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ആദ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കി നോക്കാം. ദ കനൈൻസ് ഓഫ് ദ കാർണിവോറസ് ആർ മച്ച് ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിങ് മീറ്റ്. അപ്പോൾ കാർണിവോറസിലുള്ള കനൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡിനെ, അപ്പോൾ അവരിങ്ങനെ മീറ്റൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ അത് ബൈറ്റ് ചെയ്യാനും അത് ടിയർ ചെയ്യാനും സഹായിക്കുന്നു. ഈ ഹെർബിവോറസിലാണെങ്കിലോ ഇൻസിസേഴ്സ് ഇൻ ഹെർബിവോറസ് ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ ഫുഡ് ആൻഡ് പ്രീമോളാസ് ആൻഡ് മോളാസ് ടു മാസ്റ്റിക്കേറ്റ് ദ ഫുഡ്. അപ്പോൾ ഹെർബിവോറസിലുള്ള ഇൻസിസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നന്നായി ബൈറ്റ് ചെയ്യാനും ടിയർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അവരിലുള്ള പ്രീമോലാസും മോലാസും ഫുഡൊക്കെ ഇങ്ങനെ മാസ്റ്റിക്കേറ്റ് ചെയ്യാൻ നന്നായി ചരയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി മലയാളം മീഡിയം. മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. ഹൗ ക്യാൻ വി റെഡ്യൂസ് എയർ പൊല്യൂഷൻ ബൈ ഓട്ടോമൊബൈൽസ്? എങ്ങനെയാണ് നമുക്ക് ഓട്ടോമൊബൈൽസ് വഴി എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? വാഹനങ്ങൾ വഴിയുള്ള വായുമലിനീകരണം നമുക്ക് എങ്ങനെ കുറയ്ക്കാം? നോക്കിയാക്കാം. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. എന്താണ്? പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അവോയ്ഡ് യൂസിങ് ലാർജ് വെഹിക്കിൾസ് വൈൽ ട്രാവലിംഗ് അലോൺ. അപ്പോൾ എന്താണ്? ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വലിയ വലിയ വെഹിക്കിൾസ് അവോയ്ഡ് ചെയ്യുക. സൈക്ലിങ്ങും അതുപോലെ വാക്കിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. മെയിൻറ്റെയിൻ യുവർ വെഹിക്കിൾ വെരി വെൽ. വെഹിക്കിൾ എന്താണ് നന്നായി നോക്കുക. അതിനിപ്പോൾ വല്ല പുക ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടെസ്റ്റൊക്കെ പെട്ടെന്ന് അതിൻ്റെ സമയത്തിന് ചെയ്യുക. സ്വിച്ച് ഓഫ് ദി എൻജിൻ വെൻ ദ വെഹിക്കിൾ നീഡ്സ് ടു ബി സ്റ്റോപ്ഡ് ഫോർ എ ലോങ് ടൈം. കുറേ നേരം കാത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ ഓഫ് ചെയ്യുക. മലയാളം മീഡിയം നോക്കാം. ഒരാൾ മാത്രം യാത്ര ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. കാൽനടയാത്ര, സൈക്കിൾ യാത്ര എന്നിവ ശീലമാക്കുക. വാഹനം നന്നായി പരിപാലിക്കുക. വാഹനം കൂടുതൽ നേരം നിർത്തിയിടേണ്ടി വരുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യുക. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ടു ദ ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക്? എന്താണ്? സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഫുഡിന് എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ആമാശയത്തിൽ വെച്ച് ആഹാരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഡൈജഷൻ ഈസ് എ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ എന്താണ് ഡൈജഷൻ എന്ന് പറയുന്നത്? ന്യൂട്രീഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇറ്റ് ടേക്സ് പ്ലേസ് പാർഷ്യലി ഇൻ ദ സ്റ്റൊമക്ക് where food remains for 4 to 5 hours. അപ്പോൾ 4 മുതൽ 5 മണിക്കൂർ വരെ ഫുഡ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തുണ്ടാവുക? ഡൈജഷൻ സംഭവിക്കുക. Due to the peristaltic movement of the stomach wall, the food is turned to a paste form. Gastric juice produced by the glands in the stomach wall facilitates digestion. അപ്പോൾ എന്താണ് ഈ പെരിസ്റ്റാൾസിക് മൂവ്മെൻറ്റിലൂടെ ഈ സ്റ്റൊമക്ക് വാളിൽ ഉണ്ടാവുന്ന പെരിസ്റ്റാൾസിക് മൂവ്മെൻ്റ് ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. ഒരു വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ എന്താവും? ഫുഡ് പേസ്റ്റ് ഫോമിലാവും. അങ്ങനെ അവിടെയുള്ള ഗ്യാസ്ട്രിക് ജ്യൂസൊക്കെ അവിടെ കുറേ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതുമായി മിക്സ് ചെയ്തിട്ട് എന്താണ്? ഈ ഫുഡിനെ ഡൈജഷന് സഹായിക്കും. ദ സ്റ്റൊമക്ക് വാൾ ഓൾസോ പ്രൊഡ്യൂസസ് എ സ്മോൾ എമൗണ്ട് ഓഫ് HCl വിച്ച് ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ ആൻഡ് പാത്തോജൻ ഡിസ്ട്രക്ഷൻ. അപ്പോൾ എന്താണ്? ഈ സ്റ്റൊമക്കിൽ കുറച്ച് HCl പ്രൊഡ്യൂസ് ചെയ്യും. ഈ HCl പ്രോട്ടീൻ ഡൈജഷനും പാത്തോജൻ ഡിസ്ട്രക്ഷനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. എന്താണ്? ആമാശയത്തിൽ വെച്ച് പോഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും. ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയം കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ
ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഡൂയിങ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, അതായത് സസ്യങ്ങളുടെ ശ്വസനം എങ്ങനെയാണ് നടക്കുന്നത്? പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ നമ്മുടെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ എടുക്കുകയും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റ ആർ ഫൈൻ പോർസ് ഫൗണ്ട് ഇൻ ലീവ്സ് ആൻഡ് ടെൻഡർ സ്റ്റെം ദാറ്റ് ഹെൽപ്സ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? സ്റ്റൊമാറ്റയാണ്. ഓക്കെ, മലയാളം മീഡിയം നോക്കാം. ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലകളിൽ ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി വെക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.